വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവയ്ക്കും കളമശ്ശേരിക്കും അടുത്തായി ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിലെ 4 BHK വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു വില്ല. 3 വില്ലകളായിരുന്നു ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വില്ല സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. ഇനി 2 വില്ലകളാണ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വില്ലയുടെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 950 മീറ്ററും, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും, മെട്രോ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 3.4 കിലോമീറ്ററും, കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും ഇൻഫോ പാർക്കിലേക്കും 10 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു പ്രീമിയം വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കുകളും ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. റോഡിന്റെ ഒരു സൈഡായി നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ്. മുറ്റത്ത് ക്ലാഡിംഗ് ടൈലും മാംഗ്ലോ സ്റ്റോൺസും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കുടിവെള്ളത്തിനായുള്ള കിണർ നൽകിയിരിക്കുന്നത്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് കൂടെ തന്നെ വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു ഷൂ റാക്ക് നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വെന്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഇന്റീരിയർ വർക്കുകൾ വന്നിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന് മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ളൊരു ഹാങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഭംഗിയായി തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയയും ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസും വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹാങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർഷ്യ കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വളരെ മനോഹരമായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ ഭംഗിയുള്ള വാൾ ടൈലും അതുപോലെ തന്നെ ടെക്സ്ചർ പെയിന്റും ഹാങ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ബെഡ്റൂമിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വികാറിൻ്റെ വയേഴ്സും വികാറിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡായിട്ട് മഹാഗണിയും ആഞ്ഞിലിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടറിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിൽ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്, നാനോ ഗ്രാനൈറ്റ്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ള ഒരു സിങ്കാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സിങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് സ്പേഷ്യസ് ആയ വർക്ക് ഏരിയ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്ത് ഫുള്ളി കവർ ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് വോളിൽ വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. മറ്റൊരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്താണ് വരുന്നത്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് വരുന്നത്. 12 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ കോട്ടും ബെഡും സൈഡ് ടേബിളും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ജാഗോന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകൾ വുഡൻ ഫിനിഷിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് വരുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. WPC ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. മറ്റൊരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോന്റെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്താണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും WPCയിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലും ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ജാഗോന്റെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു റൂമിലും വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളും ലഭിക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. 4 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വില്ലയ്ക്ക് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.